ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പഞ്ചപാടം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ UPSC അല്ലെങ്കിൽ IAS എക്സാം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും ബേസിക് ആയിട്ട് വായിച്ചു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ആദ്യം പ്രിപ്പറേഷൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ വായിച്ചു തുടങ്ങേണ്ട 3 കാര്യങ്ങളാണ്. ഇതിലായിരിക്കണം അവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത്, അത് എങ്ങനെ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ് വിശദമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ UPSC സിലബസും കാര്യങ്ങളൊക്കെ വായിച്ച് അല്ലെങ്കിൽ UPSCയെ കുറിച്ചൊരു മനസ്സിലാക്കണം. അത് UPSC എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നിങ്ങൾ അറിയണം. അതിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്ന UPSC എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള എങ്ങനെ ഘട്ടങ്ങളായിട്ട് എക്സാം നടക്കുന്നത്, പ്രിലിംസ് എന്താണ്, മെയിൻസ് എന്താണ്, ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി UPSCയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠനം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ UPSC എക്സാം എഴുതണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഘട്ടത്തിലായാലും, ഇപ്പം സ്കൂൾ പഠിക്കുന്ന സമയമാണെങ്കിലും ഡിഗ്രി പഠിക്കുന്ന സമയമാണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് PG പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളതിനു വേണ്ടി കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ഇറങ്ങുന്ന സമയമൊക്കെയാണെങ്കിലൊക്കെ തുടങ്ങേണ്ട കാര്യമാണ് 3 കാര്യങ്ങൾ. ഇതിലാണ് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ പോയിട്ട് ഫസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ അത്ര ഈസി ആയിട്ട് മുന്നോട്ട് പോകണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ഹെൽപ്ഫുൾ ആവണമെന്നില്ല. ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് UPSCയുമായിട്ടും കേസുമായി ബന്ധപ്പെട്ട ഫ്രീ മെറ്റീരിയൽസ്, മറ്റുള്ള ടെസ്റ്റുകൾ, മറ്റുള്ള എല്ലാ വിവരങ്ങളും കാര്യങ്ങളും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ടെലിഗ്രാം ചാനലാണ്. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ അവിടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിൽ നമ്പറുമായിട്ട് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ഫ്രീ ക്ലാസ്സൊക്കെ ഞാൻ യൂട്യൂബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ UPSC പ്രിപ്പറേഷൻ തുടങ്ങാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, UPSC എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഒറ്റ ദിവസം കൊണ്ടോ അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ്റെ കൂടെയൊക്കെയാണ് കൂടുതൽ മനസ്സിലാക്കുക. പക്ഷേ തുടക്കത്തിൽ UPSC എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് NCERTയിലാണ്. ഓക്കെ, NCERT ആണ് 6th to +2 വരെയുള്ള NCERT. ഏതൊക്കെ NCERT വായിക്കണം എന്നുള്ള വിശദമായിട്ടുള്ള NCERT ലിസ്റ്റിൻ്റെ ഒരു ബുക്ക് ലിസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതെടുത്ത് കണ്ടു നോക്കാം. NCERT 6th മുതൽ +2 വരെയുള്ള NCERT ഉണ്ട്. അതാണ് ഏറ്റവും ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അത് മാത്രം ഒരുപാട് വർഷം വായിച്ചിരിക്കണം എന്നല്ല. പക്ഷേ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു 3-4 മാസം എടുത്ത് അത് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, NCERT വായിക്കുക. പിന്നെ നിങ്ങൾക്ക് NCERT ഇപ്പോൾ ഏറ്റവും ബേസിക്കായി തുടങ്ങുന്ന ആളുകൾക്ക് വേണമെങ്കിൽ NCERT നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ, 1999 രൂപയാണ് അതിന് ഫീസ് വരുന്നത്. എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലാണ് അത് ആ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അപ്പോൾ NCERTയിലാണ് തുടങ്ങേണ്ടത്. 6th to +2 വരെയുള്ള കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ NCERT പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കൊണ്ട് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിൻ്റെ നല്ലൊരു ബേസിക്സ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ആവുന്നതാണ്. നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നല്ല ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെ? അതേപോലെ തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് വായിച്ചു തുടങ്ങേണ്ടത് NCERT തന്നെയാണ്. NCERT ലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. 6th to +2 വരെയാണ്. ഞാനത് ടെലിഗ്രാമിലും എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ PDF അയക്കാം. അതാണ് ഏറ്റവും ബേസിക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കൊണ്ടുപോകാം, പറ്റുമെങ്കിൽ കൂടെ കൊണ്ടുപോകാം കറണ്ട് അഫയേഴ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബേസിക് തുടങ്ങേണ്ട പത്രം വായന. മലയാള പത്രം, ഒരു ഇംഗ്ലീഷ് പത്രം, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ഏതായാലും പ്രശ്നമില്ല. പത്രം വായിച്ചു തുടങ്ങാം ഫസ്റ്റ്. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് കാര്യങ്ങൾ, മന്ത്ലി വിഷൻ പോലത്തെ മന്ത്ലി, ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കറണ്ട് അഫയേഴ്സ് വായിക്കാം. കാരണം എല്ലാ സബ്ജക്റ്റിലേക്കും നമുക്ക് വേണ്ടതാ കറണ്ട് അഫയേഴ്സ്. ഒരൊറ്റ ദിവസവും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് മിനിമം നന്നായിട്ട് നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ സ്കൂൾ ലെവലിലുള്ള ആളാണെങ്കിലും ഡിഗ്രി ലെവൽ മുതലാണെങ്കിലും പത്രം വായന ശീലാക്കി മാറ്റാം എന്നുള്ളതാണ്. ഓക്കെ, നോട്ട് ഉണ്ടാക്കണം എന്നൊന്നും തുടക്കത്തിൽ നിർബന്ധമില്ല, പിന്നീട് ഉണ്ടാക്കിയാൽ മതി സീരിയസ് പ്രിപ്പറേഷനിലേക്ക് വരുന്ന സമയത്ത്. പക്ഷേ പത്രം വായന നിർബന്ധം. എങ്ങനെ പത്രം വായിക്കണം എന്നുള്ള വീഡിയോസ് ഞാനും പല ആളുകളൊക്കെ യൂട്യൂബിൽ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെ പത്രം നന്നായിട്ട് വായിക്കുക എന്നുള്ളത് സിലബസ് ബേസ് ചെയ്തുകൊണ്ട് വായിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒക്കെ മുന്നേ നിങ്ങൾ വായിക്കേണ്ട സംഗതി സിലബസ് തന്നെയാണ് കേട്ടോ. സിലബസ് ഒന്ന് ഫസ്റ്റ് നിർബന്ധമായിട്ട് വായിക്കണം. എന്ത് പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ഞാൻ UPSC മനസ്സിലാക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. അത് സിലബസും കൂടി അവിടെ വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് പഠിക്കാനുണ്ടെന്നുള്ളത് അതിലൂടെ മനസ്സിലാക്കണം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണം, പക്ഷേ അത് ചെയ്യേണ്ടത് സബ്ജക്റ്റിൻ്റെ കൂടെ വായിച്ചാൽ മതി. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സിലബസ് വായിച്ചു നോക്കുക, എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നതനുസരിച്ചാണ് സബ്ജക്റ്റ് വായിച്ചു തുടങ്ങേണ്ടത്. ഇപ്പോൾ +2 പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സിലബസ് വായിച്ച് സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങണമെന്നില്ല. ഡിഗ്രി വിദ്യാർത്ഥിയാണെങ്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ മുതൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്ജക്റ്റും കൂടി പഠിച്ചു തുടങ്ങാം. ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, NCERTയും കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിലബസ് വായിച്ച് നോക്കുക,
എന്തൊക്കെ പഠിക്കാനുണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ബുക്കുകൾ ഒന്നെങ്കിൽ ക്ലാസ് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ സെൽഫായിട്ടാണെങ്കിൽ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, വായിക്കണം. ഏതൊക്കെ ബുക്കുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വായിക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ വിശദമായിട്ട് 10-15 മിനിറ്റ് വരുന്ന വീഡിയോ ആണ്. കംപ്ലീറ്റ് ബുക്കുകൾ ഏതൊക്കെ വായിക്കണം, അതിന് ഏതൊക്കെ ബുക്കുകൾ നിങ്ങൾ ഫോളോ ചെയ്യാം, സ്റ്റാൻഡേർഡ് ബുക്കുകൾ ഏതൊക്കെ എടുക്കുക എന്നുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കാം. ഇതാണ് മൂന്നാമതായി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് കാര്യം എന്ന് പറയുന്നത് NCERT പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, അതൊരു തുടങ്ങിക്കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് സബ്ജക്റ്റും കൂടി വായിച്ചു തുടങ്ങും. ഈ 3 കാര്യങ്ങളാണ് തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങൾ വായിച്ചു തുടങ്ങേണ്ടത്. ഇതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ വായിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് സിലബസ് ആണ്. ഓക്കെ, സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസ് ഫസ്റ്റേ വായിക്കാം. പ്രിപ്പറേഷൻ്റെ കൂടെ എല്ലാ സമയത്തും സിലബസ് നമ്മുടെ കയ്യിലുണ്ടാവുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തെയായിട്ട് ചെയ്ത് നോക്കാം. സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ NCERT ആണ് ഏറ്റവും ബേസിക്. NCERT നിങ്ങൾക്ക് ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി ഷോർട്ട് മെറ്റീരിയൽസും ക്ലാസ് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സാണ്, ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് ഷോർട്ട് നോട്ട്സും ടെസ്റ്റുകളും പ്രിലിംസും മെയിൻസും ടെസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ NCERT പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ NCERTയുടെ ക്രാഷ് കോഴ്സ് ഉണ്ട്. വളരെ മിനിമം ഫീസേ വരുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലൊക്കെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. മറ്റെന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് വേണ്ടതെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.